വംശവെറിയുടെ ബലിമൃഗങ്ങൾ. ഗാർഹിക പീഡനം സഹിക്കവയ്യാഞ്ഞ് ഏറ്റുമാനൂരിൽ പെൺമക്കളെയും കൂട്ടി ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയ ഷൈനിയും മക്കളും. കോട്ടയം അയർക്കുന്നത്ത് തൻ്റെ 2 പറക്കുമുറ്റാത്ത പെൺകുഞ്ഞുങ്ങളുമായി മീനച്ചില്ലാറ്റിൽ ചാടി ജീവിതം അവസാനിപ്പിച്ച അഡ്വക്കേറ്റ് ജിസ്മോൾക്കും മക്കൾക്കും നമുക്ക് നൽകാവുന്ന പേര് വംശവെറിയുടെ ബലിമൃഗങ്ങൾ എന്നാണ്. ജ്ഞാനായക്കാർ. ക്രൈസ്തവ സമൂഹത്തിനിടയിൽ ഇത്രയും വംശവെറിയുള്ള ഒരു കൂട്ടർ ഉണ്ടാകുവാനിടയില്ല. തങ്ങളുടെ വംശശുദ്ധിയിൽ അഭിരമിക്കുന്നവർ. അതുകൊണ്ട് തന്നെ വിവാഹബന്ധത്തിൻ്റെ കാര്യം വരുമ്പോൾ ഇവർ ആദ്യം മുന്നോട്ട് വെക്കുന്ന ഡിമാൻഡ് ജ്ഞാനായക്കാർ ആയിരിക്കണം എന്നതാണ്. ജ്ഞാനായക്കാർക്ക് വല്ലതും കൂടുതലുണ്ടോ, ഫ്രില്ലോ തൊങ്ങലോ മറ്റോ ഉണ്ടോ എന്ന് ചോദിക്കരുത്. മനുഷ്യജാതി അഴിച്ചു നോക്കിയാൽ ഏതാണ്ട് എല്ലാം ഒരുപോലെയാണ് എന്ന സത്യം ഇവർക്കെന്ന് മനസ്സിലാകുമോ എന്തോ. കേരളത്തിലെ ജ്ഞാനായ സമുദായത്തിൽ ഇപ്പോൾ ജ്ഞാനായ കത്തോലിക്കരെന്നും ജ്ഞാനായ യാക്കോബക്കാരെന്നും അറിയപ്പെടുന്ന 2 വിഭാഗക്കാരുണ്ട്. ഇവർക്കിടയിൽ കത്തോലിക്കർ സീറോ മലബാർ സഭയിലും മറ്റേ വിഭാഗം യാക്കോബായ സഭയിലും ഉൾപ്പെടുന്നു. ഇവർ ഇരു സഭകളുടെ ഭാഗമായി നിൽക്കുമ്പോഴും 2 സഭകളിലും ജ്ഞാനായക്കാർക്ക് പ്രത്യേകം മെത്രാന്മാരും ഭരണ സംവിധാനവുമുണ്ട്. സീറോ മലബാർ കത്തോലിക്ക സഭയുടെ കോട്ടയം അതിരൂപതയും യാക്കോബായ സഭയുടെ ചിങ്ങമനത്തെ ജ്ഞാനായ അതിഭദ്രാസനവും ജ്ഞാനായക്കാർ മാത്രം ഉൾപ്പെട്ടതാണ്. ജ്ഞാനായ വിട്ട് ഇവർ വിവാഹം കഴിക്കില്ല. ജ്ഞായിത്തൊമ്മൻ യാക്കോബക്കാരനായിരുന്നോ അതോ കത്തോലിക്കനായിരുന്നോ എന്ന് ആരും ഇതുവരെ ചോദിച്ചു കേട്ടിട്ടില്ല. ചോദിച്ചാൽ ഉറപ്പായും അതിനുമൊരു ന്യായീകരണം ഉണ്ടാകും. ക്രിസ്തുവർഷം 4-ാം നൂറ്റാണ്ടിൽ ജ്ഞായിത്തൊമ്മയുടെ നേതൃത്വത്തിൽ പേർഷ്യൻ സാമ്രാജ്യത്തിലെ ജ്ഞായി എന്ന സ്ഥലത്തു നിന്നും കേരളത്തിലേക്ക് കുടിയേറി പാർത്ത ക്രൈസ്തവ കുടുംബങ്ങളിലെ പിന്മുറക്കാരാണ് ഇവരെന്ന് ഇവരുടെ ഐതിഹ്യം പറയുന്നു. ഗ്രീക്ക് സഞ്ചാരിയും വ്യാപാരിയുമായിരുന്ന ഹിപ്പോളിറ്റസിന്റെ എഴുത്തുകളിൽ അരാമ്യക്കാരനായ ഒരു തൊമ്മൻ വ്യാപാരി 400 പേർ അടങ്ങുന്ന 7 ഗോത്രത്തിൽ നിന്നുമുള്ള 72 ക്രിസ്തീയ കുടുംബങ്ങൾ എഡേസയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജ്ഞായിത്തൊമ്മന്റെ പിന്മുറക്കാരായ ഞങ്ങൾ ഒരു സവിശേഷമായ ജനുസുകളാണ് എന്നാണ് ഇവരുടെ അവകാശവാദം. അതുകൊണ്ട് തന്നെ ആ രക്തശുദ്ധിയിൽ ഒരു കലർപ്പുണ്ടാകാതെ ഇവർ പരിശ്രമിക്കുന്നു. സമുദായത്തിന് പുറത്തുനിന്ന് വിവാഹം കഴിച്ചാൽ അവർക്ക് ഭ്രഷ്ട് കൽപ്പിക്കുന്നു. കപ്പലിൽ വന്നപ്പോൾ പുഹകളിനടുത്തിരുന്നവർ കറുത്തുപോയത് കൊണ്ടാണത്രേ ചില ശുദ്ധരക്തക്കാർക്ക് ടാറിന്റെ കളറ് എന്നൊരു തിയോളജിയും അന്തരീക്ഷത്തിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. വംശവെറിയുടെ പേരിൽ ആത്മഹത്യ ചെയ്തവരും കൊല്ലപ്പെട്ടവരും മരിച്ചു ജീവിക്കുന്നവരും ധാരാളമുണ്ട്. മരിക്കുന്നിടം വരെ ഇവർ സമുദായത്തിന് പുറത്തു പോകുന്നവരെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അതാണ് വംശശുദ്ധിയുടെ ഒരു ഏത് ഈ രക്തശുദ്ധിയിലും വംശശുദ്ധിയിലും ഒരു പുട്ടുമില്ലെന്ന് തെളിയിക്കുന്നതാണ് ഈ സമീപകാലത്ത് ഈ സമുദായത്തിൽ ഉണ്ടായ കൂട്ട ആത്മഹത്യകൾ. അതിനുള്ള ഏറ്റവും പുതിയ ഉദാഹരണങ്ങളാണ് ഏറ്റുമാനൂരിലെ ഷൈനിയും അയർക്കുന്നത്തെ അഡ്വക്കേറ്റ് ജിസമോളുടെ ആത്മഹത്യയും. ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും ക്രൂരമായ പീഡനങ്ങളെ തുടർന്നാണ് ഇരുവരും പറക്കമുറ്റാത്ത മാലാഹമാർ പോലെയുള്ള തങ്ങളുടെ പെൺമക്കളുമൊത്ത് ആത്മഹത്യ ചെയ്തത്. രക്തം അത്ര കണ്ട് ശുദ്ധമല്ലാത്ത ആൾക്കാർ പോലും ചെയ്യുവാൻ മടിക്കുന്ന കൃത്യം. മൃഗങ്ങളെക്കാൾ നാറികളായ ഇരുകാലികളാണ് ഇവരുടെ ഭർത്തൃ കുടുംബാംഗങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ജ്ഞാനായത്തിൽ ജനിച്ച ഏതെങ്കിലും ഒരു കാപറയ്ക്ക് പെൺമക്കളെ കെട്ടിച്ചു കൊടുത്താൽ പിന്നെ എല്ലാമായി എന്ന് കരുതുന്ന ഒരു ജാതി മനുഷ്യജന്മങ്ങൾ. സ്നേഹമോ കാരുണ്യമോ കരുണയോ സഹതാപമോ കരുതലോ ഇല്ലാത്ത മനുഷ്യമൃഗങ്ങൾ. ചിന്നിച്ചിതറിയ മക്കളുടെ ശവശരീരങ്ങൾക്ക് പോലും കണക്ക് പറഞ്ഞ് കാശ് മേടിക്കുന്ന പാഴ്ജന്മങ്ങൾ. ഇതാണോ ഇവരുടെ വംശശുദ്ധിയുടെ മഹത്വം? ജീവിതം വഴിമുട്ടി ഒരു ജോലി തേടിച്ചെന്ന ഷൈനിയുടെ ജീവിതമാർഗം പോലും അടച്ചു കളഞ്ഞ വംശശുദ്ധിക്കാരുടെ കോർപ്പറേറ്റ് ആശുപത്രി. പന്നിയിറച്ചിയും ഒരു കുപ്പി പട്ടച്ചാരവും കിട്ടിക്കഴിഞ്ഞാൽ സകലതും മറക്കുന്ന വംശശുദ്ധിക്കാർ. വംശശുദ്ധിയുള്ളവൻ്റെ കൂടെ ജീവിക്കുന്നതിലും നല്ലത് ട്രെയിനിന് മുന്നിൽ ചാടി ചിന്നിച്ചിതറുന്നതോ ആറ്റിൽ ചാടി ചാകുന്നതോ ആണ് ഭേദമെന്ന് നിങ്ങളുടെ പെൺമക്കൾ ചിന്തിക്കുമ്പോൾ, അവരുടെ ശവശരീരത്തിന് മുന്നിൽ നിങ്ങൾ വിഷണ്ണരായി നിൽക്കുമ്പോൾ നിങ്ങളുടെ വംശശുദ്ധിക്ക് പ്രസക്തി എന്താണ് മാപ്പിളെ? ചെറിയ 2 എണ്ണം വിട്ടിട്ടിരുന്ന് ആലോചിക്കുക. വംശശുദ്ധിക്കാരുടെ കുടുംബങ്ങളിൽ ആത്മഹത്യകൾ തുടർക്കഥയാകുമ്പോൾ ജ്ഞാനായ കത്തോലിക്ക സഭാംഗമായ ജോസഫ് മുല്ലപ്പള്ളി സമുദായ ഗ്രൂപ്പിൽ പങ്കുവച്ച തൻ്റെ അഭിപ്രായം കേൾക്കുക, ചിന്തിക്കുക, അദ്ദേഹത്തെ പഞ്ഞിക്കിടാതിരിക്കുക. എൻ്റെ പേര് ജോസഫ് മുല്ലപ്പള്ളി. ഈ അടുത്ത കാലത്ത് ചിസാമോളുടെ 2 കുഞ്ഞുങ്ങളുടെയും ദുരൂഹ സാഹചര്യത്തിൽ അതല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തതിനെ സംബന്ധിച്ചൊക്കെ ഓരോരുത്തരുടെ വിശദീകരണം കേട്ടിട്ട് വളരെ രസകരമായിട്ട് തോന്നി. ആരാണെന്ന് പേര് പറയുന്നില്ലെങ്കിലും സൗണ്ട് കൊണ്ട് ആരാണെന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇത്രയും വിചിത്രമായ ഒരു സജഷൻ, അതായത് പെമ്മക്കളെ കെട്ടിച്ചിട്ട് പെമ്മക്കളെ വീട്ടിൽ തന്നെ നിർത്തുക, അപ്പോൾ അതിന് പറ്റിയ ഒരു കോന്തനെ കണ്ടുപിടിക്കണം.
ആ മക്കള് എന്തെങ്കിലും ചെയ്തോട്ടെ, വീട് മേടിച്ചു വേണേൽ കൊടുക്കാമെന്ന് വരെ പറഞ്ഞത് നന്നായി. എന്തൊരു എന്തൊരു വിവരമില്ലാത്ത സംസാരമായി ഇത്. എന്തൊരു അർത്ഥം ഇല്ലാത്ത കാര്യമാണ്. അതായത് ഇന്ന് വന്നിരിക്കുന്ന കുഴപ്പത്തിനെല്ലാം കാരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാത്ത എന്നാണെന്നറിയാമോ? ഈ സ്ട്രിക്റ്റ് എൻഡോഗമിയുടെ പേര് പറഞ്ഞിട്ട് പ്രായപൂർത്തിയായ പെണ്ണിനെയും ചെറുക്കനെയും കെട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള വിപുല ശ്രമങ്ങൾ കാരണന്മാർ നടത്തും. എന്നിട്ട് അവസാനം ചെറുക്കൻ ജ്ഞാനായാണോ? ഓ ഓക്കെ. പെണ്ണ് ജ്ഞാനായാണോ? ഓക്കെ. അതല്ലാതെ ചെറുക്കനും പെണ്ണിനും അവരെ ഇഷ്ടപ്പെട്ടോ, അവരാണോ കണ്ടുപിടിക്കുന്നത്, അവരവരുമായിട്ട് സംസാരിച്ച് അവരുടെ അഭിപ്രായങ്ങളൊക്കെ മനസ്സിലാക്കി, അതായത് അറേഞ്ച്ഡ് മാരേജ് അല്ലാതെ വേറെ കല്യാണം നടന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അതല്ലാതെ നിങ്ങൾ കാർന്നവന്മാർ ജ്ഞാനായി തമ്പിൻ്റെ മക്കളെ തന്നെ കെട്ടിക്കണം എന്നുള്ള വാശിയോടുകൂടി ചെയ്യുമ്പോൾ വരുന്നത് ഇതുപോലുള്ള ഡ്രഗ് അഡിക്ഷനെയും കള്ളുകുടിയന്മാരെയും വൃത്തികെട്ട ആൾക്കാരെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ മകളെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അത് വരാതെ ആ മകള് തന്നെ കണ്ടുപിടിക്കട്ടെ. അതല്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അവരെ സജസ്റ്റ് ചെയ്യുക. എന്നിട്ട് അവരുമായിട്ട് ഡേറ്റ് ചെയ്ത് അവരുമായിട്ട് സംസാരിച്ച്, അതായിരിക്കണം ഇന്ന് മോഡേൺ സിസ്റ്റം. അങ്ങനെയാണ് വേണ്ടത്. അല്ലാതെ പഴയ കാലം പോലെ 13 വയസ്സ് 12 വയസ്സിലെ പെണ്ണെ കെട്ടിക്കൊണ്ട് വന്ന് ആ പെണ്ണിനെ കറിവെക്കാൻ പോലും അറിയത്തില്ല, അല്ലെങ്കിൽ നാത്തൂന്മാരും അമ്മായിമാരെല്ലാം കൂടെ പോരെടുത്ത് കഷ്ടപ്പെടുത്തിയ കഥകൾ നമ്മുടെ അമ്മയ്ക്കും അമ്മമാർക്കും ഒക്കെ ഉണ്ട്. അത് വരാതിരിക്കണമെങ്കിൽ ഇതുപോലെ തന്നെ ഭംഗിയായ ഒരു നല്ല ചെറുക്കനെ നല്ല പെണ്ണിനെ കണ്ടുപിടിച്ച് കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടമെങ്കിൽ മാത്രം കെട്ടിക്കുക. അല്ലാതെ ജ്ഞാനായാണോ എവറിത്തിങ് ഈസ് ഓക്കെ എന്ന് പറയുന്ന ആ പ്രാകൃത സമ്പ്രദായം നിങ്ങൾ കളയാൻ ശ്രമിക്കുക. അല്ലാതെ ഇങ്ങനെയുള്ള വൃത്തികെട്ട കമൻറ്റുകൾ പറഞ്ഞ് മനുഷ്യരെ ഭൂഷിപ്പിക്കല്ലേ പ്ലീസ്. ഇതാണ് ഇതിൻ്റെ അകത്തെ പ്രോബ്ലം എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ ഏറ്റുമാനൂർ പോലീസ് ഇന്ന് ജിസ്മോളുടെ പിതാവിൻ്റെയും സഹോദരൻ്റെയും മൊഴികൾ രേഖപ്പെടുത്തുകയുണ്ടായി. അവർ രേഖാമൂലം പരാതിയും പോലീസിന് നൽകിയ ഓഹരി കുറഞ്ഞുപോയി, ജിസ്മോൾക്ക് കളർ കുറവായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ജിമ്മിയുടെ ഭാഗത്തു നിന്നും ക്രൂരപീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നും സഹോദരൻ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. അതുപോലെ ജിമ്മിയുടെ അമ്മയുടെയും സഹോദരിമാരുടെയും ഭാഗത്തു നിന്നും ഗുരുതരമായ ശാരീരിക മാനസിക പീഡനങ്ങളും ജിസ്മോൾക്ക് നേരിടേണ്ടി വന്നതായും അപ്പനും സഹോദരനും അറിഞ്ഞാൽ പ്രശ്നമുണ്ടാകുമെന്ന് കരുതി അതെല്ലാം ജിസ്മോൾ ഉള്ളിൽ ഒതുക്കുകയായിരുന്നു എന്നും സഹോദരൻ പറയുന്നു. പപ്പാടെ മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. എൻ്റെയും ചേച്ചിയും ഞാനും വെയിറ്റ് ചെയ്യുകയാണ്. ഇന്നലെ രാത്രിയാണ് എൻ്റെ മൂത്ത ചേച്ചി വന്നത്. ചേച്ചി വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേച്ചിയോട് ഇടയ്ക്ക് 1-2 തവണ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞേ, എൻ്റെ 2 ചേച്ചിമാരുടെയും കല്യാണ സമയത്ത് പപ്പ ഞങ്ങൾക്ക് 3 പേർക്കായിട്ടുള്ളൊരു ഓഹരി ഷെയർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ എമൗണ്ട് കുറഞ്ഞു പോയെന്നും പറഞ്ഞ്, മീൻസ് ഇൻഡയറക്റ്റ് ആയിട്ടല്ല ഇൻഡയറക്റ്റ് ആയിട്ട് അവർ പറയുമായിരുന്നു, ഞങ്ങളുടെ ജിമ്മിയുടെ സഹോദരിമാർക്ക് അവർ ഇത്ര വെച്ച് കൊടുത്തിട്ടുണ്ട്, അത്ര ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ ചേച്ചിയുടെ കളറിൻ്റെ പേര് പറഞ്ഞ് കുറേ നേരം ആക്ഷേപിച്ചിട്ടുണ്ട് അമ്മായിമ്മ. പിന്നെ സഹോദരിമാരെല്ലാം നല്ല രീതിയിൽ ഉപദ്രവം ഉണ്ടായിരുന്നു. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കോവിഡിൻ്റെ 2019 കോവിഡ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് UK മൂത്ത സഹോദരി കെയർ വിസയ്ക്ക് പോയി. ആ മൂത്ത സഹോദരി ഇപ്പോഴും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ പുള്ളിക്കാരി അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് പോകുന്നതിന് മുമ്പ് വരെ പുള്ളിക്കാരിയെ കെട്ടിച്ചു വിട്ടിരുന്നത് അറുന്നൂറ്റിമംഗലത്താണ്. അറുന്നൂറ്റിമംഗലത്ത് അവിടെ കെട്ടിച്ചു വിട്ട വീട്ടിൽ പുള്ളിക്കാരി പോകത്തില്ല. പുള്ളിക്കാരി ചേച്ചിയുടെ വീട്ടിൽ നിൽക്കുമായിരുന്നു. അവിടെ നിന്ന് പുള്ളിക്കാരിയും ഈ പുള്ളിക്കാരിയും അമ്മായിമ്മയെ കൂടി നല്ല രീതിയിൽ ചേച്ചീനെ ഉപദ്രവിച്ചിട്ടുണ്ട്. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിച്ചിട്ടുണ്ട്. ചേച്ചി ഞാൻ പറയും, പക്ഷേ ചേച്ചി ഇതിനു മുമ്പൊന്നും കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല. ഇത് പല കാര്യങ്ങളും എന്നോട് ചേച്ചി മറച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ മൂത്ത സഹോദരിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയോട് ഈ കാര്യങ്ങൾ കുറേ പറയുന്നുണ്ട്. ചേച്ചിയോട് പറഞ്ഞത് എന്നോടും പപ്പയോടും ഇത് പറയരുതെന്ന് പറഞ്ഞ് ചേച്ചി കുറേ പറയുന്നുണ്ട്. പക്ഷേ ചേച്ചിയോട് അന്നും പറയുന്നത് പുള്ളിക്കാരി UK പോയി കഴിയുമ്പോഴൊക്കെ കുറച്ച് കുറയുമായിരിക്കും, അങ്ങനെയൊക്കെ ചേച്ചിക്ക് അങ്ങനെയൊക്കെ കുറേ പ്രതീക്ഷകളുണ്ടായിരുന്നു. അത് മരണവിവരം അറിയിച്ചത് പപ്പ പുറത്താണ്, UK. അപ്പം പപ്പയുടെ അടുത്തോട്ട് വിളിച്ചു. ഈ ജിമ്മിയുടെ അമ്മാവനാണ് വിളിച്ചത്. അമ്മാവൻ വിളിച്ചിട്ടാണ് പറയുന്നത്. എനിക്കറിയത്തില്ല, ഈ ഞായറാഴ്ച വൈകിട്ട് വരെ അപ്ഡേഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു മീൻസ് എൻ്റെ വൈഫിനാണെങ്കിലും മെസ്സേജ് അയച്ചു. പിന്നെ ചേച്ചിയുടെ ഒരു ഫ്രണ്ട് എനിക്കൊന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് ഒരു സ്റ്റാറ്റസിന് റിയാക്ട് ചെയ്തിട്ടുണ്ട് 6-11 വരെ. പക്ഷേ
അത് കഴിഞ്ഞിട്ട് വേറൊരു ചേച്ചിയുടെ ഫോണിൽ നിന്ന് ആർക്കും എന്തോ ഒരു അങ്ങനെ ഒരു രീതിയിലും ഇല്ല. ചേച്ചിനെ പപ്പായും ട്രൈ ചെയ്തു. ചേച്ചി വർക്ക് ചെയ്യുന്ന എറണാകുളത്തെ ഓഫീസിലെ ഒരു സ്റ്റാഫും കോൺടാക്ട് ചെയ്തു. പക്ഷേ ആർക്കും ചേച്ചിയായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ ബലമായ സംശയം ജിമ്മിയുടെ കയ്യിലായിരിക്കും ആ ഫോൺ ഇരുന്നത്. പിന്നെ എൻ്റെ മൂത്ത ചേച്ചി പറഞ്ഞത് ചേച്ചിക്ക് ഈ ഓഡിയോയോ മെസ്സേജൊന്നും ചേച്ചി വാട്സപ്പ് ത്രൂ അയക്കത്തില്ല, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും. ചേച്ചി മൂത്ത ചേച്ചി രണ്ടാമത്തെ ചേച്ചീനെ ജിസ്മോൾ ചേച്ചിയാണെങ്കിൽ എൻ്റെ മൂത്ത ചേച്ചിനെ വിളിക്കും, ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കും, ചേച്ചി എന്നെ ഒന്ന് വിളിക്കാൻ പറയും. ചേച്ചി വിളിക്കുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്. ഇങ്ങനെ പറയുന്നതിന് ഒരു റീസൺ എന്ന് പറഞ്ഞാൽ കുഞ്ഞേച്ചി പറയുന്നത് ഫോൺ ജിമ്മി ചെക്ക് ചെയ്യും, എന്തെങ്കിലും മെസ്സേജ് ഇട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിന് പിന്നെയും വീട്ടിൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞു. ഒരുപാട് എപ്പോഴും പൈസ ഇങ്ങനെ ചോദിക്കുക, അങ്ങനത്തെ കേസൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയും, പപ്പ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ പറയും. അവസാനമായി ജ്ഞാനായ സമുദായങ്ങളോട് പറയുവാനുള്ളത്, ഇനിയെങ്കിലും നിങ്ങൾ വംശവെറി ഒഴിവാക്കുക. ഇതിലെ പൊള്ളത്തരം നിങ്ങൾ സ്വയം തിരിച്ചറിയുക. നിങ്ങളുടെ മെത്രാന്മാർ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മനുഷ്യനെ മനസ്സിലാക്കുക, സ്നേഹിക്കുക. സഹികെട്ട രണ്ടമ്മമാരും പറക്കമുറ്റാത്ത 4 പെൺകുഞ്ഞുങ്ങളും അവരുടെ ജീവിതം ബലി നൽകിയിട്ട് പോലും നിങ്ങൾക്ക് ബോധം വന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കൽ കൂടി DNA ടെസ്റ്റ് നടത്തുക, രക്തശുദ്ധി ഉറപ്പിക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.